ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിൽ ശക്തൻ മാർക്കറ്റിലാണ്. വിലവർധനവ് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുമാണ്. സർക്കാരിന്റെ മാറ്റങ്ങളും പുതിയ നയങ്ങളും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ ജനങ്ങളെ എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വീണ്ടും യാത്രയിലേക്ക്. ചേട്ടാ, നാരങ്ങയ്ക്ക് എത്ര വില? നാരങ്ങ ഇപ്പോൾ സ്വല്പം വില കൂടിയത് നിൽക്കുക, കുറവായിരുന്നു. ഇപ്പോൾ 50 രൂപ 60 രൂപ വില കിട്ടി. മുമ്പ് 40 രൂപ 30 രൂപ വരും. ഇപ്പം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം അതിനെ ചേട്ടൻ ഇങ്ങനെ ഈ മാർക്കറ്റിലിരിക്കുമ്പോൾ കുറച്ചും കൂടി അടുത്തറിയാൻ പറ്റുമല്ലോ. ഇപ്പം എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ മൊത്തത്തിൽ? നോട്ട് നിരോധനം തൊട്ട് തുടങ്ങി. നോട്ട് നിരോധനമാണ് സ്റ്റാർട്ടിങ്. നോട്ട് നിരോധനം ഒരു 6-7 മാസം വലിയ ദുരിതം തന്നെയായിരുന്നു. ആ നോട്ട് നിരോധിച്ച് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കച്ചവടം തീരെ നടക്കുന്നില്ല. നടന്നാൽ തന്നെ ആളുകൾ 2000-ൻ്റെ നോട്ട് കൊണ്ടുവരിക, സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു. വലിയ കഷ്ടപ്പാട് തന്നെയായിരുന്നു നോട്ട് നിരോധനത്തിൻ്റെ ആ തുടക്കത്തിലെ 2 മാസം. നോട്ട് നിരോധനം കഴിഞ്ഞു പ്രളയം വന്നു, പ്രളയം കഴിഞ്ഞു കോവിഡ് വന്നു. അപ്പോൾ ഇപ്പോൾ കച്ചവടത്തിൻ്റെ റെൻ്റ് ആകെ മാറി. മാർക്കറ്റ് പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് ഉന്നത ഹോൾസെയിലുകാർക്ക് മാത്രം ഇവിടെ നിലനിൽപ്പുള്ളൂ. താഴെ തട്ടിലുള്ള കച്ചവടം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. നേരിട്ട് സപ്ലൈ ആണ്. ഗംഭീര ദുരിതമാണ്. കച്ചവടമൊക്കെ ആകെ തകിടം മറിഞ്ഞു. അപ്പോൾ 4 ഭാഗം ഇപ്പോൾ കച്ചവടം നടക്കുന്നില്ല. ആരെങ്കിലും ഒരു വിലപിടിപ്പുള്ള നല്ല ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചാൽ മേടിക്കാൻ ആളില്ല. ഒക്കെ ഈ 10 രൂപ ആൾക്കാരെ വരണത്. 10 രൂപ കിട്ടിയാൽ മേടിക്കും, അല്ലേ പോണു. അങ്ങനത്തെ അവസ്ഥയാണ് ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഫ്രഷ് സാധനങ്ങൾ മേടിച്ചിട്ട് ഈ റോട്ടിട്ട് വിൽക്കാനായിട്ട് പറ്റണില്ല. കാരണം മേടിക്കാൻ ആളില്ല, അപൂർവം വല്ലവരുള്ളൂ. തക്കാളിക്ക് എത്രയാ വില? 40. നാരങ്ങയ്ക്കോ? മധുരക്കടയിൽ 40. പേരെന്താ? ഞാനാ മുതലാളി കേട്ടോ. ഞാൻ എൻ്റെ പേര് മനു. മനു. എത്ര നാളായി ഇവിടെ കച്ചവടം ചെയ്യുന്നത്? 8 വർഷമായി. ഞാൻ ഹിൻഡോ 4 കൊല്ലം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുറവാണ്, കച്ചവടം കുറവാണ്. ഇപ്പം കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടത്തെ പ്രത്യേകിച്ച് ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അറിയാൻ പറ്റും. കുഴപ്പമില്ല തന്നെ. വേറെ വലിയ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെന്നെങ്കിൽ കാണാനൊന്നുമില്ല. ഇവിടെ മാത്രമേ നമ്മളെ ബുദ്ധിമുട്ട് കാണിക്കണുള്ളൂ, പുറമെ ബുദ്ധിമുട്ടൊന്നും കാണിക്കില്ല. എല്ലാം ശരിയാവും. പെട്ടെന്നൊന്നും ശരിയാവില്ല. ഇത് വളരെ മോശമായിട്ട് പോണത്. ഓരോ ദിവസം ചെല്ലുന്തോറും മോശമായിട്ട് പോണത്. അത് നമുക്ക് ഇപ്പൊ ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ പോണത് ഇപ്പൊ കാര്യങ്ങള്. ഇവര് എല്ലാം ശരിയാക്കാന്ന് കരുതി ഒരു പരിപാടിയും ഇവിടെ നടന്നത് കാണാനില്ല. കടങ്ങൾ ഇങ്ങനെ കൂടി വരുന്നേ. സംസാരിക്കോ? വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ എന്നാ തോന്നുന്നു? ഇന്ന് നാളേക്കായിട്ട് കൂടും, 2 ദിവസം കുറയും. അത്ര ഉള്ളല്ലാണ്ട് മാർക്കറ്റൊക്കെ അങ്ങനെയല്ലേ. ചേട്ടനെയോ കുടുംബത്തെയോ ഈ വിലക്കയറ്റം ബാധിക്കുന്നുണ്ടോ? ചെറുതായിട്ടേക്ക് ബാധിക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യാണോ? ഇവിടെ ജോലി ചെയ്യണോ? കടയിൽ വർക്ക് ചെയ്യുന്ന. ദിവസം കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം കഴിയാൻ ഒക്കുന്നുണ്ടോ? പറ്റുന്നില്ല. പലചരക്കിനൊക്കെ എന്ത് വില. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ് സാധാരണക്കാരൻ എന്ന നിലയിൽ. അതെ, ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിട്ട് സാമ്പത്തികം നമ്മള് വില കൂടുതൽ ദിവസം വില കൂടുതലില്ല സാധനങ്ങള്. നമ്മളെന്താ ചെയ്യുന്നത്? അല്ലാണ്ട് ഇപ്പൊ എന്നിട്ടാ വില കൂടുതൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ പച്ചക്കറിക്ക് ഇപ്പൊ വില കുറവുണ്ട്. ഇനി പെൻഷൻ അതുപോലെയുള്ള സപ്ലൈകോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? സാധനമില്ല കേട്ടാ, അതില് സപ്ലൈക്കോ ഒന്നുമില്ല. അല്ല, തമാശല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് കിട്ടിയൊന്നുമില്ല. ഇല്ലാന്ന് പറഞ്ഞു. സപ്ലൈക്കോ ഒരു സാധനമില്ല മോളെ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യാപാരി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഒരു കാര്യം പറയാം. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴേ
അതിൻ്റെ പൈസയുടെ കളക്ഷനൊക്കെ കറക്റ്റായി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല കസ്റ്റമേഴ്സ് അടക്കം പൈസ തരാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇവിടുത്തെ പൾസ് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പൈസയുടെ ഫ്ലോ നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് പുറത്ത് ഔട്ട് സൈഡിൽ എന്താണ് സാമ്പത്തിക അവസ്ഥ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു ഭക്ഷണ മേഖലയായ കാരണം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് അറിയാൻ പറ്റും. പുറത്ത് നല്ല കസ്റ്റമേഴ്സ് പൈസ തരാൻ കാരണം അവർക്ക് കിട്ടിയാലല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായിട്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി മതി, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഗെയിം ഇല്ലാത്ത സ്ഥലമാണ് കേരളം. മറ്റുള്ള സ്ഥലത്തെ പോലെ കമ്പനികളോ അതൊക്കെ വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെ അപ്പോൾ കൊടി പിടിക്കും. അപ്പോൾ ഇവിടെ ഒന്നും നിലനിൽക്കാൻ ആരും സമ്മതിക്കില്ല. ഏത് യൂണിയൻ ആണെങ്കിലും, മാർക്സിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാം ഒരേ മാതിരിക്ക് പോണ ഒരു സംസ്ഥാനമാണ് ഇവിടെ. എത്ര നാളായി ഇവിടെ കച്ചവടം ചെയ്തു? ഞാനൊരു 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റുകളിലാണ് ജനങ്ങളുടെ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ പല സംഗതികളും നടക്കണില്ല. മറ്റേ വകുപ്പുകൾക്ക് തന്നെ പൈസ കൊടുക്കാൻ തികയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നടക്കണം. ഒരു ബിസിനസ്സും നടക്കണില്ല, ഭൂമി ട്രാൻസാക്ഷൻ നടക്കണില്ല, ബിൽഡിംഗ് വർക്ക് നടക്കണില്ല, പണിതിട്ടുള്ള ബിൽഡിങ്ങുകൾ വിറ്റ് പോകണില്ല. മൊത്തത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ കാണാനുണ്ട്, മാർക്കറ്റിൽ കാണാനുണ്ട്. ഞങ്ങൾക്കറിയാം സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ കാശുകൾ പെൻഡിങ് ആക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ബുദ്ധിമുട്ടാണ് തന്നെയാണെന്നുള്ളത്. പൊതുവെ മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വരുന്നത് അല്ലേ? സാധാരണ ജനങ്ങൾ ശരിക്കും ബിൽഡിംഗ് വർക്കുകളോ മറ്റുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ കൂടുതൽ പ്രതിഫലിക്കുക. പൊതുവെ സാധാരണ വിപണികളിലൊക്കെ അങ്ങനെയല്ല പ്രതിഫലിക്കുക. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ GR അനിലും അതേപോലെ മന്ത്രി ശിവൻകുട്ടിയും 2 മന്ത്രിമാരാണ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി? ഏറ്റവും കൂടുതൽ വില പറയുകയും എല്ലാത്തിനും 10 മാത്രം പറയുകയും ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ശരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഇല്ല. പച്ചക്കറി സംബന്ധിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. വൈദ്യുതി അത് അങ്ങനത്തെ സാധനങ്ങൾക്ക് പ്രതിസന്ധി വിചാരിച്ചിട്ട് പച്ചക്കറിക്ക് വില കൂട്ടണമെന്നില്ലല്ലോ. പച്ചക്കറിക്ക് ഇവിടെ ശക്തൻ മാർക്കറ്റിൽ ഇതുവരെ ഞങ്ങൾ കൊല്ലം കുറേ ഇവിടെ പണിയിന് ചില ദിവസങ്ങളിൽ മാത്രം ഇത്തിരിച്ച വില കൂടും. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും വില കൂടാറില്ല സാധാരണ. ഇന്നൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ക്യാരറ്റൊക്കെ 10 രൂപയ്ക്ക് കൂടെ മാർക്കറ്റിൽ വെക്കുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ പോലും നമ്മളുടെ സപ്ലൈകോ അതേപോലെയുള്ള വിഭാഗങ്ങളിൽ ചെല്ലുമ്പം വിലക്കയറ്റത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ വൈദ്യുതി ബില്ല് കൂടുന്നുണ്ട്, അതേപോലെ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. എന്നിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിപ്പോൾ അതുണ്ടോ? ശക്തൻ മാർക്കറ്റും അതാണ് യാതൊരു ബന്ധവുമില്ല. അല്ല, നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്, ശക്തൻ മാർക്കറ്റുമായിട്ടുള്ള ബന്ധമല്ലേ ചോദിച്ചത്? അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാര്യങ്ങളൊന്നും വില കൂടുന്നില്ല, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാനൊരു മാർക്കറ്റുകാരനാണ്, ഇവിടെ ഒരു മാർക്കറ്റുകാരനാണ്. കാര്യങ്ങൾ ഇപ്പോൾ ആൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അതും കൂടി നോക്കണ്ടേ. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആൾക്കൊന്ന് ഓടി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ഈ സാധാരണ പ്രതിസന്ധികളൊക്കെ വരും. അതൊക്കെ ഒരു തരണം ചെയ്യാനായിട്ട് ജനങ്ങളെ കൊണ്ട് പറ്റണം ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു, ഇതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലും ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേട്ടൻ പെൻഷൻ വാങ്ങുന്നുണ്ടോ? പെൻഷൻ വാങ്ങും. എന്നിപ്പോ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. 3-4 മാസമായിട്ട് കിട്ടാറില്ല. അതാണ് വല്ലാത്ത ബുദ്ധിമുട്ട്. കറണ്ട് കാശ് വരെ ഇരട്ടിക്കിന് ഇപ്പൊ ഒരു പ്രാവശ്യത്തെ കൊടുത്തില്ല, അതിനും വകുപ്പില്ല. ഞാൻ 4 ലോട്ടറി എടുത്തിട്ട് വിൽക്കും, അതിലൊന്നും കിട്ടാനില്ല. അപ്പോൾ കിട്ടണമെങ്കിൽ ഈ കാശ് കിട്ടിയിട്ട് വേണം വല്ലതും ചെയ്യണമെങ്കിൽ. എത്ര മാസമായി പെൻഷൻ മുടങ്ങി കിടക്കും? മാസം ആഗസ്റ്റിൽ കിട്ടിയതാണ്. അപ്പം 5-5 മാസം ഇപ്പോൾ കിട്ടണില്ല. എല്ലാം കൊണ്ട് വിഷമം തന്നെ. അമ്മേന്റെ പേരെന്താ? മാധവി. മാധവി.
ഇപ്പം പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ അമ്മയ്ക്ക് ഇപ്പം ഈ 4 മാസമായിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടിയിട്ടില്ല, അതിന് മുമ്പായിട്ട് കിട്ടി. ബാക്കി എല്ലാ തവണയും കറക്റ്റ് ആയിട്ട് തന്നെയാണോ കിട്ടിയിട്ടുണ്ട്? കിട്ടി. അതിപ്പോ ഇപ്പൊ ചോദിച്ചോ പെൻഷന്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നോ? ഒന്നും ചോദിക്കാനില്ല, അവര് കൊണ്ട് തരും, നമ്മൾ വാങ്ങും. ഇപ്പൊ എങ്ങനെയാ കഴിയുന്നത്? ലേശം കുറച്ച് കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിയും. ഇവിടെ അല്ലേ ചോദിക്കണ്ടേന്ന്, അവിടെ പോയി ചോദിക്കുക. വെളുത്തുള്ളി കിലോന് 200 രൂപ. ഇവിടെ ചോദിച്ചിട്ട് ഇതിന് വില കുറവാ. ശരിക്കും ഈ വിലക്കയറ്റത്തിന്റെ കാരണം എന്തായിരിക്കും? ഇവിടെ വില കുറവാന്ന്. ഇവിടെ അല്ലേ വില കുറവ്, അവിടെ വില കുറവ് കൂടുതലുള്ളത്. നിങ്ങൾ എന്നും വരാറുണ്ടോ ഇവിടെ? ആഴ്ചയും വരും, എല്ലാ ചൊവ്വാഴ്ചയും വരും. ചൊവ്വാഴ്ചകളിൽ മാർക്കറ്റ് വരുന്നവരാ അല്ലേ? അതിപ്പം നമുക്കറിയാം, ഇപ്പം ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണെന്ന് പറയപ്പെടുന്നു. വൈദ്യുതി ബില്ല് കൂടുന്നുണ്ട്, അതേപോലെ സപ്ലൈകോയിലൊന്നും ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടുന്നില്ല. എന്നിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പൊ വീടുകളിലെ സാഹചര്യം എന്താ? വീടുകളിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, കൂടിയാലും അടയ്ക്കാനും കൂടുതലാണ്. അതുപോലെ തന്നെ പച്ചക്കറി ഓരോ ആഴ്ച വരുമ്പോഴും ഭയങ്കര വ്യത്യാസമാണ് വിലകളിലൊക്കെ. കുറവ് കാണും, ചിലപ്പോൾ വില കുറവുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങും. സപ്ലൈകോയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? വാങ്ങാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അവിടെ. സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു സപ്ലൈകോയിലൊക്കെ വില കൂട്ടുകയാണെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയായിരുന്നു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ വില കൂട്ടുക എന്ന് പറയുന്നത്, അന്നിപ്പം ഒരു വീട്ടമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഞങ്ങളുടെയൊക്കെ ബഡ്ജറ്റൊക്കെ വളരെ വ്യത്യാസമാവും. അങ്ങനെ ആകുമ്പോൾ വളരെ കഷ്ടപ്പാടായിരിക്കും. പാവങ്ങളെ ഭരണം വന്നപ്പോഴേ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാണ്ടായി. അത് മാത്രമല്ല, സാധാരണ കഴുത്തിറക്കുന്ന ഭരണകൂടം ഇപ്പം ഉള്ളത്. ഇവർ മാറിയ തന്നെ നേരെയാവുന്നുള്ള കാര്യം പറയാനും പറ്റില്ല. സർക്കാർക്ക് ദൂർത്തടിക്കാനേ കാശുള്ളൂ, പെൻഷൻ കൊടുക്കാൻ കാശില്ല. പാവങ്ങളിട്ട് വലയിക്കാന്നല്ലാണ്ട് വേറൊരു ഉദ്ദേശം ഇവർക്കില്ല. ഇപ്പോൾ ഇവരെ സമ്പാദിച്ച് കൂട്ടുക അതന്നെ. സാമ്പത്തിക പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക മാത്രം പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുക്കാതെ സാധാരണക്കാരുടെ മേലെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളീയം നവകേരള സദസ്സ്. ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ 35 ലക്ഷം രൂപ നവകേരള സദസ്സിന് വേണ്ടി കണ്ടെത്തണം. ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് എന്ന പേരിൽ വലിയൊരു പ്രഹസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. പൈസ കിട്ടിയില്ല, അതായത് നെല്ല് വിറ്റെങ്കിൽ പോലും അതിനുള്ള പൈസ കിട്ടിയില്ല എന്നത് കാരണത്താലാണ് ആത്മഹത്യയിലേക്ക് എത്തിയത്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ പരാജയമാണ് ഇത്, വലിയൊരു പ്രഹസനമാണ്. ഇതിനെതിരെ ജനങ്ങൾ ശക്തമായി തെരുവിലിറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം തന്നെയാണ് എല്ലാവരും. പിന്നെ പോരാത്തന്നെ ഇപ്പോൾ വേറെ ഒന്നുമില്ല, കച്ചവടത്തിൽ കുറവാ. പഴ പോലുള്ള കച്ചവടങ്ങളില്ല ഇപ്പോൾ ഇവിടെ, ഭയങ്കര മോശമാണ്. ആൾക്കാർ ദിവസം തോറും കുറഞ്ഞു വരാ. അന്നിപ്പോ ഈ കച്ചവടത്തിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ? ശരിക്കും ശരിക്കും പറഞ്ഞൊരു 500 കിട്ടും, ചിലപ്പോൾ 600 കിട്ടും. അത് വിൽക്കണല്ലേ എന്നെ പോലെ. ഇപ്പം ഞാൻ 20 രൂപയ്ക്ക് വിറ്റായിരുന്ന സാധനമാണ് 2 കിലോ 30 രൂപ പറയുന്നത്. 20 രൂപയ്ക്ക് വിറ്റായിരുന്ന ഇപ്പം 2 കിലോ 30 ആക്കി. അവർ 500 കിട്ടും ഇത് വിറ്റ് കഴിഞ്ഞാൽ. ചേട്ടാ, കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന് പറയപ്പെടുന്നു. മന്ത്രിസഭയിൽ പോലും 2 മന്ത്രിമാര് പണത്തിന്റെ കാര്യം പറയുന്നു, നമുക്ക് ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ കേന്ദ്രം നമുക്ക് ആവശ്യമായ പൈസ തരുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരനിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്താ ചേട്ടന് തോന്നുന്നത്? വിലക്കയറ്റം ഉണ്ട് ഇവിടെ. വിലക്കയറ്റം നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. പച്ചക്കറിയുടെ ആയാലും എന്തിൻ്റെ ആയാലും അത് സർക്കാരിനെ നിയന്ത്രിക്കണം. സർക്കാർ നിയന്ത്രണ സാമ്പത്തിക മാതിരി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സർക്കാരിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിനെ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. കറണ്ട് ബില്ല്, ഗ്യാസിൻ്റെ സബ്സിഡി എടുത്ത് കളഞ്ഞു വരും. ഗ്യാസിൻ്റെ വില കൂട്ടുമ്പോൾ സബ്സിഡി ഉണ്ട് പറഞ്ഞാണ് വില കൂട്ടിയത്. ഇപ്പം അതൊന്നുമില്ല. അതുപോലെ നമുക്ക് വളരെ പ്രയാസത്തിലാണ് മൊത്തത്തിൽ കാര്യങ്ങൾ. ഓരോ സർക്കാർ വരുമ്പോഴും വൈദ്യുതി ബില്ല് കൂടാറുണ്ട്. അതേപോലെയാണ് ഞാൻ കാണുന്നുള്ളൂ. സംഗതി ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വൈദ്യുതി ബില്ല് കൂടുമ്പോൾ സാധാരണ ബുദ്ധിമുട്ടുണ്ട്. അരിയുടെ വില കൂടുന്നു, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സർക്കാർ വരുമ്പോഴും വില കുറയുന്നൊന്നുമില്ല. എന്നാലും ഇടതുപക്ഷം വരുമ്പോൾ ഒരു കുറവുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളീയം എന്ന് പറഞ്ഞ പരിപാടികളുണ്ടല്ലോ, അത് നടത്തേണ്ട ഒരു കാര്യം കേരളത്തിലില്ല. കാരണം ഓരോരുത്തർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇവിടെ പെൻഷൻ സാധാരണക്കാരന് പെൻഷൻ വരെ കൊടുക്കാനില്ല. 4 മാസം കഴിഞ്ഞു.
10 പൈസ എപ്പോഴും കിട്ടില്ല, ഈ ആഴ്ച കിട്ടുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെന്താ ചെയ്യുക? ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ തന്നെ, സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ. എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ട്, ഇവർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്ര വർഷമായി ലോട്ടറി വിൽക്കുന്നു? 5-8 വർഷമായി. എന്നിട്ട് ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ വില കാരണം ഭർത്താവിന് വയ്യാണ്ടായപ്പോൾ ഞാൻ ഇറങ്ങിയതാ. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ 4 മാസമായിട്ട് പെൻഷനും ഇല്ല, അതും ഗവൺമെന്റിൽ നിന്ന് കിട്ടാനില്ല, ലോട്ടറിയിലും ഇല്ല, പ്രൈസും ഇല്ല. കച്ചവടം 3 വെച്ചാകുമ്പോൾ ആ കച്ചവടവും ഇല്ല. ലോട്ടറിക്കാരാകെ തെണ്ടി. വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ നിത്യം ഇപ്പോൾ ഇത് ലോട്ടറി നമ്മൾ എടുക്കുന്നിടത്ത് കുറച്ച് കടം പറയും, അതുകൊണ്ട് അന്നത്തെ ചെലവ് നടത്തും. പിന്നെ അത് എന്തെങ്കിലും സമ്മാനം കിട്ടും എന്നുള്ളത്, ലോട്ടറി ആണല്ലോ, ഭാഗ്യം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. വില കൂടിയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് സഹിക്കന്നെ വേണം. നമുക്ക് എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് കൂട്ടി ജീവിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ എല്ലാം കഴിക്കണമെന്നില്ലല്ലോ. കഞ്ഞി കുടിക്കേണ്ട ദിവസം കഞ്ഞി കുടിക്കുക, ഉള്ള ദിവസം നമുക്ക് എന്താ കഴിക്കുക, അങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവനവന് നമുക്കിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവരെ നമുക്കിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വല്ല പച്ചക്കറിയോ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അറിയുന്ന കടകളിൽ നമുക്ക് ഇത്തിരി കൊണ്ടുപോകാൻ പറ്റും. അതല്ലാണ്ട് വേറെ നമുക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാശ് കൊടുക്കാൻ തന്നെ മേടിക്കാൻ പറ്റില്ല. അതിനുള്ള കാശ് കിട്ടാനില്ല ഇവിടെ. ഇപ്പോൾ ഓണം കഴിഞ്ഞോളൊരു തീരെ മോശമാണ്. സംസാരിക്കറിയില്ല, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടുതലാ. അത് തന്നെ പിന്നെ നന്നായിട്ട് ബാധിക്കേണ്ടത് ആരെ ഭരിക്കണ? പിണറായി അല്ലേ? പിണറായിക്ക് രാജ്യം വിട്ടു പോകാൻ പറയും. അത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഈ സാധാരണ ഈ കൂലി കൊണ്ടൊന്നും അതും നമുക്കൊന്നും അടച്ചു പോകേണ്ട കാര്യത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ അപ്പുറത്ത് വേറെ കടം മേടിക്കേണ്ട ഗതികേടിലേക്കാണ് പോകുന്നത്. എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടുള്ള കാരണം ഇവിടെ വന്ന് ഇങ്ങനെ പണിയെടുക്കുന്നു. അല്ലെ നമ്മൾ വീട്ടിലിരുന്നേനാണോ? ഒരു ദിവസത്തെ കൂലി കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റണില്ല. ആദ്യമൊക്കെ ജീവിക്കാൻ പറ്റിയായിരുന്നു. ഇപ്പൊ ഒരു ദിവസം ഫുൾ പണിയെടുത്താലും കാര്യമില്ല. പെട്രോളിന് പൈസ കൂടി, മൊത്തത്തിൽ ഇപ്പോൾ എല്ലാത്തിനും കൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. ഞാൻ സബോള മേടിച്ചു, അപ്പൊ 1 കിലോന് വില 120 ഉണ്ട്. ഒരു സബോളയ്ക്ക് വില 160 ഉണ്ട്, 60 ഉണ്ട്, അങ്ങനെ 3 വിലയുണ്ട്. അപ്പം ഞാൻ വില കുറവായിട്ട് ഒരു 60 രൂപയ്ക്ക് 1 കിലോ സബോള വാങ്ങി ഇന്നലെ. അപ്പോൾ പറ്റിയത അവസ്ഥ, കാരണം വില കുറവായി ഞാൻ നോക്കാം. എപ്പോഴും എൻ്റെ കയ്യിൽ ഇത്ര കാശൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേടിക്കുക വീട്ടിലേക്ക്. എന്താ ചെയ്യുക? ഇനി ഗവൺമെൻറ് ഇത് നോക്കണില്ലല്ലോ. പൂവർ ഫാമിലി ഇങ്ങനെ ജീവിക്കണേ, അവർ നോക്കണ്ടേ? അവർ നോക്കി വല്ലതും വഴി ഉണ്ടാക്കിനി പിന്നെ ലാഭം ഉണ്ടാവുമല്ലോ. ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ ജീവിക്കണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ മക്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ വിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഉള്ള കാര്യം പറയാം, 10 പൈസ കർഷകന് കിട്ടില്ല. ഇവിടെ വിൽക്കുന്നവനും കമ്മീഷൻ കച്ചവടക്കാരന് കാശ് കിട്ടും, അതല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. ഇതവിടെ മുകളിൽ കണ്ടോ, കൂർക്ക കണ്ടോ, 30 ഉറുപ്പിക കിലോന് വില. പറിക്കുന്ന കാശ് കിട്ടില്ല ആർക്ക്? കർഷകന്. അപ്പം ഇവിടെ വില കൂടുതലില്ല കേട്ടോ, അതാണ് അതിൻ്റെ സത്യം. കംപ്ലീറ്റ് റിലയൻസ്, ബിസ്മി, അതുപോലെ കല്യാൺ സ്വാമി, ഇവിടെയാണ് മെയിനായിട്ടുള്ള കച്ചവടങ്ങൾ. ഇപ്പോൾ അവർ മൊത്തമായിട്ട് നമുക്കിപ്പോൾ ഒരു 1/2 കിലോ ചാള വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊടുന്ന് എത്തിക്കും ഓൺലൈനിലൂടെ. അത് കാരണം കച്ചവടക്കാർക്കും കച്ചവടമില്ല. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ ഇവിടെ. അത് കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടോടെ. ഇപ്പോൾ ഇവിടെ ചരക്ക് എടുക്കണവർ ഇപ്പോൾ ആൾ ഒരു ക്യാരറ്റ് എടുത്തു, വെണ്ടക്കായ എടുത്തു, ഇപ്പോൾ 20 രൂപ ബില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലൊന്നും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 10,000 രൂപ ഉണ്ടെങ്കിൽ 5,000 കൊണ്ട് അടയ്ക്കുക, 5,000 രൂപ ബാലൻസ്. അങ്ങനെ ആൾ കടക്കാരനാവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. വൻകിട മാർക്കറ്റിൽ ഇതുപോലുള്ള സാധനങ്ങൾക്ക് വില കൂട്ടുന്നതിനുപരി തന്നെ ആൾക്കാർ വാങ്ങുന്നതും അവിടെയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം. AC റൂമിലിരിക്കുന്നവനോ കാറിൽ സഞ്ചരിക്കുന്നവനോ ഒന്നും ബുദ്ധിമുട്ടില്ല. പൊതുവിപണിയിൽ കർഷകനെ പോലെയുള്ളവനും പൊതു പണിയെടുക്കുന്ന ആൾക്കാർ ഈ സർക്കാർ സേവിക്കല്ല ചെയ്യുന്നത്, ദിനം പ്രതി കൊന്നുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഇവിടെ പണി കുറവാണ്. ഇവിടെ ഞങ്ങൾ പുലർച്ചെ 3:30 ആകുമ്പോൾ വരും. സാധനങ്ങളുടെ വില കൂടുതലും കാര്യങ്ങളും കുറേ ആൾക്കാർ വരാണ്ടായി. സംഗതി കൂടുതൽ കാശ് കുത്തണം, 370 രൂപ കുത്തണം. ചിലപ്പോൾ അത് വരെ കിട്ടില്ല ചില ദിവസങ്ങളിൽ. കച്ചവടം ഭയങ്കര മോശമാണ്.
ജനങ്ങളേക്ക് പൈസ ഇല്ല മെയിനായിട്ട്. വില കയറ്റപ്പോൾ പഴയ മാതിരിയൊന്നല്ലല്ലോ, ഇപ്പോൾ ഭയങ്കര വില കയറ്റ എല്ലാ സാധനങ്ങൾക്കും. നമ്മളെ പോലത്തെ കാര്യമില്ല, ഇതുപോലെ ഉണ്ടാക്കാം. വിലക്കയറ്റം സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. പിന്നിപ്പോൾ ഇങ്ങനെ എല്ലാവരും ജീവിച്ചു പോണ പോലെ നമ്മളും ജീവിച്ചു പോകണമെന്ന് മാത്രം. സമ്പാദ്യമൊന്നുമില്ല, അന്നാന്നത്തെ കാര്യങ്ങൾ അന്നാന്ന് കഴിഞ്ഞു പോകും. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടുകാർക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് സർക്കാർ അതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നാണ് അഭിപ്രായം. അടുപ്പ് വേറെ ഇല്ല, ഈ പാചകം തന്നെയാണ് ചെയ്യുന്നത്. വേറെ അടുപ്പൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ഗ്യാസും പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാശ് കൂടിയ കാരണം ഞങ്ങൾക്ക് അന്നന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയാൻ. അപ്പോൾ അതിന് കാശൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാവരും വായ്പ മേടിച്ചിട്ട് ഗ്യാസ് മേടിക്കുന്നു പിടിക്കലൊക്കെ കടം വാങ്ങിയിട്ടാണ് കാര്യങ്ങൾ നടത്തണം. വീട്ടമ്മ എന്ന നിലയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പണിക്ക് പോയാലല്ലേ ജീവിക്കാൻ പറ്റും. ഈ വിലക്കയറ്റാ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. മാവേലി സ്റ്റോറിൽ പോയ അരി പോലും കിട്ടാനില്ല. ഇപ്പം 46-48 രൂപയ്ക്ക് 1 കിലോ അരി വാങ്ങി നമ്മൾ ഭക്ഷണം വെക്കണത്. പരിപ്പായാലും അത് 200 രൂപ കൊടുക്കണം ഇപ്പോൾ 1 കിലോ പരിപ്പൊക്കെ കിട്ടണമെങ്കിൽ. അതൊക്കെ ഇപ്പം നമുക്ക് താങ്ങാൻ പറ്റണ കേസാണോ? അത് തന്നെ. മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഈ കടല പരിപ്പൊക്കെ വെച്ചിട്ടല്ലേ സ്കൂളിലേക്ക് വിടുക. അപ്പം എങ്ങനെയായാലും നമ്മൾ അതൊക്കെ തന്നെ വാങ്ങേണ്ടി വരേണ്ട ഒരവസ്ഥന്. പച്ചക്കറി ആയാലും അതെ. എങ്ങോട്ടേക്ക് വേണമെങ്കിലും വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ ഈ പെട്രോളിനൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ സാധാരണക്കാർക്കൊന്നും ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. 800 രൂപ കൂലിക്കൊക്കെ പോയാൽ അതിനകത്ത് ഇപ്പോൾ വലിയ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ബസ് കാശ്, അതിൻ്റെ ഇടയിൽ പിന്നെ വീട്ടിലെ ചിലവ്, അപ്പോൾ ഭക്ഷണ സാധനമൊക്കെ തന്നെ കൂടിക്കഴിഞ്ഞ് ഓരോ ദിവസത്തെ വരുമാനം തിന്നാൻ പോലും ഉണ്ടാവില്ല. ചേട്ടൻ മാത്രം ജോലി ചെയ്ത് കൊണ്ടിരുന്നത് കൊണ്ട് നമുക്കതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വീട്ടിലത്തെ കാര്യങ്ങളായാലും കുട്ടികളുടെ കാര്യങ്ങളായാലും ഇതൊക്കെ നടന്നു പോകുമ്പോൾ ഇത്തിരി ടൈറ്റ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എങ്ങനെയാ നോക്കിയാണ് ബുദ്ധിമുട്ട് തന്നെയാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതാണ് മാറ്റം വരണം. പണിക്കാശ് മാത്രം കൂടുന്നില്ല, സാധനങ്ങൾക്ക് മാത്രം വില കൂടുതൽ. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഈ പഴക്കടയിലേക്ക് വെച്ചാൽ വളരെ കച്ചവടം വളരെ കുറവാണ്. എന്താണെന്നറിയില്ല, അതുപോലെ സാമ്പത്തിക മാന്ദ്യമാണ്. വേറെ സർക്കാർ വന്നാലും ഈ സർക്കാർ ഭരിച്ചാലും എന്തോ എവിടേക്കോ ഒരു പ്രശ്നങ്ങൾ നമുക്ക് എവിടെയും ഉണ്ട്, നമ്മൾ ഒളിഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് അറിയാൻ വേണ്ട ജനങ്ങൾക്ക്. ഇനി സാധാരണക്കാരും ജീവിക്കാൻ പറ്റില്ല. ഇന്ന് 1000 കിട്ടിയാലും അവിടുന്ന് കൊടുത്താലും വരുമ്പോൾ 1000 കഴിയും. മാർക്കറ്റിൽ മുമ്പ് 1 കിലോ ഉള്ളിക്ക് ഇപ്പം 120 രൂപ, സവാളയ്ക്ക് 20 രൂപ ഉള്ളിടത്ത് ഇപ്പം 80 രൂപയായി. പിന്നെ നിന്നിട്ട് അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. ഉപ്പിന് മാത്രം വില കൂടിയിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടില്ല. മിളകിന് 300 രൂപ. മിളക് നമുക്ക് ഇത്തിരി കുറയ്ക്കാൻ നോക്കിയാ, ഉള്ളി സവാളയും കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 500-ന് പണിക്ക് പോയാലും 1000-ന് പണിക്ക് പോയാലും ഇന്നത്തെ നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞാൽ വല്ല 10-100 ഉണ്ടാവുള്ളൂ. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ കള്ളു കുടിക്കാൻ പോകാത്ത കാരണം ആ കാശുണ്ടാവും. ചക്കന്മാർക്ക് അവർ കള്ളു കുടിക്കാൻ പോകും. ഇപ്പൊ പാചകവാതകത്തിനൊക്കെ വില കൂടുവാന്നാ പറയുന്നത്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസിന് 1150 ആയിരുന്നു. ഇപ്പൊ 980 രൂപ. 950 രൂപ. അതിപ്പോ നമുക്ക് സാധാരണക്കാരെ ഓലക്കൊടിയൊക്കെ വെച്ച് കത്തിക്കും. മറ്റവരൊക്കെ ഇത്തിരി നീട്ടിയിട്ട് അവർക്കൊരു മാസക്കില്ല. ഞങ്ങളൊക്കെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ഒരു 3 മാസം ഓടിപ്പിക്കും. അല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ജോലിയൊക്കെ കുറഞ്ഞു, ആർക്കും ജോലി ഇല്ലാതിരിക്കുക. അപ്പോൾ പിന്നെ പൈസ കിട്ടണ്ടേ. ഇതിന് വർധനവ് വന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ നല്ല ജോലിയുള്ളവർക്കൊക്കെ അത് നീങ്ങി പോവും. നമ്മളെ പോലെയുള്ളവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പൈസ കൊടുക്കാണ്ട് ഇത് കിട്ടില്ലല്ലോ. പാചകത്തിന് ആയാലും അങ്ങനെയാണ് നീങ്ങാൻ ബുദ്ധിമുട്ട്, നീങ്ങി പോവാൻ ബുദ്ധിമുട്ടാണ് വീട്ടമ്മമാർക്ക്. നമ്മള് എന്തൊരു സാധനം കൊടുത്താലും ഒന്നിനും വിലയില്ല ചേട്ടമ്മളെ. എനിക്ക് നല്ല അനുഭവമുള്ള കാര്യം പറഞ്ഞതാണ്. ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്, വാഴയൊക്കെ വെച്ചിട്ട്. 4 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. 5-ാമത്തെ മാസം വരാൻ പോണം സെപ്റ്റംബർ വരുമ്പോ. അപ്പൊ എവിടെ പോയിട്ട് സമരം എടുത്തിട്ട് എന്താ കാര്യം? അന്വേഷിച്ചോ? കിട്ടാത്ത എന്താ? അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് കാശില്ലാന്ന്. പിന്നെ നമുക്ക് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഗവൺമെന്റിന് കാശില്ലാന്ന്. നേതാക്കന്മാരോട് മെമ്പറോട് അതിപ്പോ മേടിക്കേണ്ടത് ഇപ്പൊ വരും. ഇന്നത്തെ കാലം എങ്ങനെയാ പറഞ്ഞിട്ട് കാര്യം. ജീവിതം എല്ലാവരും
കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അതുമൂലമാണ് KSRTC അതുപോലെ തന്നെ പെൻഷൻ പോലെയുള്ള തുകകൾ കൊടുക്കുവാൻ വൈകുന്നു എന്നതാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് ശരിക്കും സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ചോദ്യോത്തരവേളയിൽ ഈ ഒരു മാർക്കറ്റിലെ ആൾക്കാരും സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തെ കൂലി കൊണ്ട് മാത്രം സാധാരണക്കാരനായ ഒരു മലയാളിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ പൊതുജനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് പറയാൻ സാധിക്കുന്നത്. തികച്ചും പൊതുജനങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ടോബിൻ കൊച്ചുമടത്തിനൊപ്പം ലിനറ്റു വർഗീസ്, ഷെക്കിന ന്യൂസ്.